നമസ്കാരം, സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KSRTC കാഞ്ഞങ്ങാട് ഡിപ്പോയിലെ ഒഴിവുകൾ നികത്തണം. KSRTC എംപ്ലോയീസ് അസോസിയേഷൻ യൂണിറ്റ് സമ്മേളനത്തിന് സമാപനം. BMS സ്ഥാപക ദിനാചരണം ജില്ലയിൽ വിവിധ പരിപാടികളോടെ നടന്നു. ബാങ്ക് വായ്പയുടെ സബ്സിഡി എടുത്തുകളഞ്ഞതിൽ പ്രതിഷേധം. കർഷക സംഘം പ്രവർത്തകർ ധർണാ സമരം നടത്തി. ചെറുകിട വ്യവസായ സംരംഭകർക്കായി കാഞ്ഞങ്ങാട് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ലാഭകരമല്ലാത്ത സ്കൂളുകൾ അടച്ചുപൂട്ടരുത്. ചീഫ് ജസ്റ്റിസിന് 10,000 കുട്ടികൾ കത്തയച്ചു. LBS ക്യാമ്പസിൽ പുതിയ സ്റ്റേഡിയം. പൂവൽ LBS കോളേജ് നേട്ടങ്ങളുടെ നെറുകയിൽ. വാർത്തകൾ വിശദമായി. KSRTC കാഞ്ഞങ്ങാട് ഡിപ്പോയിലെ ജീവനക്കാരുടെ കുറവ് നികത്താൻ നടപടി വേണം. KSRTC എംപ്ലോയീസ് അസോസിയേഷൻ CITU കാഞ്ഞങ്ങാട് യൂണിറ്റ് സമ്മേളനത്തിന് സമാപനം. KSRTC കാഞ്ഞങ്ങാട് ഡിപ്പോയിൽ ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കാൻ നടപടി വേണമെന്ന് KSRT എംപ്ലോയീസ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് ഡിപ്പോയിലെ ബസ് സർവീസ് കാര്യക്ഷമമാക്കാൻ നടപടി വേണമെന്നും ആവശ്യമുയർന്നു. സെപ്റ്റംബർ 22 ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കാൻ സമ്മേളനം തീരുമാനിച്ചു. സമ്മേളനം CITU ജില്ലാ ജനറൽ സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. ഒരു യൂണിയൻ എന്ന നിലയിൽ നമ്മൾ നടത്തിയ സമരം ഒരുപക്ഷെ സമാനതകളില്ലാത്ത സമരം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഇന്ത്യയിൽ മറ്റൊരു സംഘടനയ്ക്കും അവകാശപ്പെടാൻ കഴിയാത്ത ക്രെഡിറ്റ് നേടിയെടുത്തിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ സമ്മേളനത്തിൽ 40 സമ്മേളനങ്ങൾ പോകുന്നത്. നാടാകെ ഇളക്കി മറിക്കാൻ, ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 3 കോടി വന്ന ജനങ്ങളെ ആകെ ഇളക്കി മറിക്കാൻ, ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ സംരക്ഷിക്കാനും പെൻഷൻകാരെ രക്ഷിക്കാൻ ആവശ്യമായ വികാരത്തിലേക്ക് ജനങ്ങളെ ആകെ എത്തിക്കാൻ ആവശ്യമായ പ്രവർത്തനം നടത്താൻ നമ്മുടെ സംഘടനക്ക് സാധിച്ചു എന്നുള്ളതാണ് വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റവും സുപ്രധാനമായ സംഘടനാപരമായ വിജയം. 920 രൂപീകരണ സമയത്ത് പറഞ്ഞ കാര്യം ഇപ്പോഴും പ്രസക്തമല്ലേ? അന്ന് പറഞ്ഞു, രാജ്യത്തെ തൊഴിലാളികളെ ഞങ്ങൾ സംഘടിപ്പിക്കും, അവന് മെച്ചപ്പെട്ട കൂലി ആനുകൂല്യങ്ങൾ നിങ്ങൾ വാങ്ങിക്കൊടുക്കും, അവന്റെ ബോണസിന് വേണ്ടി നിങ്ങൾ പോരടിക്കും, ജോലി സ്ഥിരത്തിന് വേണ്ടി പോരടിക്കും. എന്നാൽ അങ്ങനെ പോരടിച്ച് നേടുന്ന ആനുകൂല്യങ്ങളെല്ലാം താൽക്കാലികമാണ്. രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് രാഷ്ട്രീയ നിലപാടുകളും ഓരോ വ്യവസായ മേഖല തൊഴിലാളികളുടെ ജോലി സ്ഥിരതയും തമ്മിൽ പരസ്പരം ബന്ധമുണ്ട്. രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണ് 1920 രാജ്യം ഭരിച്ചിരുന്നത്. ആ പാർട്ടിയെ സംബന്ധിച്ച് നമ്മൾ വിശകലനം ചെയ്ത് പറഞ്ഞു, കോൺഗ്രസ് പാർട്ടി രാജ്യത്തെ കുത്തക മുതലാളിമാരുടെയും ഭൂപ്രമാണിമാരുടെയും വർഗ താല്പര്യം സംരക്ഷിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. KR വിജു അധ്യക്ഷനായി. DV അമ്പാടി, M ലക്ഷ്മണൻ, PT മോഹൻകുമാർ, MV കുഞ്ഞിരാമൻ, V പ്രസാദ്, K പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. M സന്തോഷ് സ്വാഗതം പറഞ്ഞു. BMS സ്ഥാപക ദിനാചരണം വിവിധ പരിപാടികളോടെ നടന്നു. മാവുങ്കാൽ നന്ദനം ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ് നടന്നത്. ഭാരതീയ മസ്ദൂർ സംഘിന്റെ സ്ഥാപക ദിനാചരണം ജില്ലയിൽ വിവിധ പരിപാടികളോടെ നടന്നു. BMS അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സ്ഥാപക ദിനാചരണം നാരായണൻ കൊട്ടോടി ഉദ്ഘാടനം ചെയ്തു. വളരെ വിപരീതമായ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയപരമായ സ്വാധീനമോ രാഷ്ട്രീയപരമായ സ്പോൺസർഷിപ്പോ ഇല്ലാതെ ഭാരതത്തിലെ പ്രവർത്തിക്കുന്ന ഏക തൊഴിലാളി സംഘടനയാണ് BMS എന്ന് നമ്മൾ കാണാൻ സാധിക്കും. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 1955 ഭാരതീയ മസ്ദൂർ സംഘം രൂപം കൊടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഓഫീസുകളോ അതുപോലെ തന്നെ തൊഴിലാളികളുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകന്മാരോ ഇല്ലാതെ തന്നെ ഭാരതത്തില് ഒരു തൊഴിലാളി സംഘടന രൂപീകൃതമായത് 1955 നേരത്തെ ബാബു സൂചിപ്പിക്കുകയുണ്ടായി. ഇത്രയും ആ കാലഘട്ടത്തിൽ തന്നെ വളരെയധികം തൊഴിലാളി സംഘടനകള് ഭാരതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. AITUC, INTUC തുടങ്ങിയ രാഷ്ട്രീയ സ്വാധീനമുള്ള കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെയും ഒക്കെ സ്വാധീനമുള്ള അവരുടെ സ്പോൺസർഷിപ്പിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളി സംഘടനകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഭാരതീയ മസ്ദൂർ സംഘവും ഈ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിനു വേണ്ടിയിട്ട് രംഗപ്രവേശം ചെയ്തത്. ചടങ്ങിൽ SSLC+2 വിജയികളെ അനുമോദിച്ചു.
രാഘവൻ, കൃഷ്ണൻ കാട്ടുകുളങ്ങര, പവിത്രൻ, സുഭാഷ് ചിത്താരിക്കടപ്പുറം, സുനിൽകുമാർ നെല്ലിത്തറ, മധു പുതിയകണ്ഠം, മോഹനൻ പടിഞ്ഞാറ്റൻകുഴി, TV ബാബു, രാഗം കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. BMS സ്ഥാപക ദിനം ആചരിച്ചു. കാസർഗോഡ് ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ഭാരതീയ മസ്ദൂർ സംഘിന്റെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കാസർഗോഡ് ടൗൺ കമ്മിറ്റി തൊഴിലാളി സംഗമം സംഘടിപ്പിച്ചു. ജൂലൈ 23-ന് വ്യാപാരി ഭവനിലായിരുന്നു പരിപാടി. MTWA ജില്ലാ സെക്രട്ടറി KV ബാബു ഉദ്ഘാടനം ചെയ്തു. ആയിരത്തി 1955 ജൂലൈ മാസം 23-ാം തീയതി മധ്യപ്രദേശിലെ ഭോപ്പാലിൽ വെച്ച് ഈ പ്രസ്ഥാനം രൂപം കൊണ്ടത് സാധാരണ ഒരു ദിവസമല്ല. ഇന്നത്തെ ദിവസത്തിന് വളരെ പ്രാധാന്യമുണ്ട്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അതിനുവേണ്ടി ജീവത്യാഗം ചെയ്ത ബാലഗംഗാധര തിലകിന്റെ ജന്മദിനം കൂടിയാണ് ഈ ജൂലൈ 23. BMS ടൗൺ യൂണിറ്റ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ നെല്ലിക്കുന്ന് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ RSS താലൂക്ക് കാര്യവാഹക് പവിത്രൻ KK പുറം, P ദിനേഷ് ബംബ്രാണ, ശിവപ്രസാദ് താളിപ്പടുപ്പ് എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ വിവിധ യൂണിറ്റുകളിലും സ്ഥാപക ദിനം ആചരിച്ചു. കർഷകരുടെ ബാങ്ക് വായ്പയുടെ സബ്സിഡി പലിശ എടുത്തുകളഞ്ഞതിൽ പ്രതിഷേധം. കർഷക സംഘം കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. കർഷകരുടെ ബാങ്ക് വായ്പയ്ക്ക് സബ്സിഡി പലിശ എടുത്തുകളഞ്ഞതിൽ പ്രതിഷേധിച്ച് കർഷക സംഘം പ്രവർത്തകർ സിൻഡിക്കേറ്റ് ബാങ്കിന് മുന്നിൽ ധർണാ സമരം നടത്തി. സമരം ജില്ലാ കമ്മിറ്റി അംഗം PR ചാക്കോ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് ഇന്ത്യയിലെ കർഷകൻ കടമെടുക്കുമ്പോൾ അവന് നൽകിയിരുന്ന പലിശ സബ്സിഡി എടുത്തുകളയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റും അതിന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ത്യയിലെ കർഷകര് കൃഷി ആവശ്യത്തിനായി ലോൺ എടുക്കുമ്പോൾ കേന്ദ്രത്തിലെ ഗവൺമെന്റും കേരളത്തിലെ ഗവൺമെന്റും അതിന്റെ പലിശയ്ക്ക് ഇളവ് നൽകുമായിരുന്നു. അങ്ങനെയാണ് വൻകിട ലോണുകൾക്ക് 7%, അതിൽ കുറഞ്ഞ ലോണുകൾക്ക് 4%, ചെറുകിട കർഷകരുടെ കാർഷിക ലോണുകൾക്ക് പലിശ ഇല്ലാതെയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഈ പലിശ സബ്സിഡി എടുത്തു കളഞ്ഞാൽ മറ്റ് ആവശ്യങ്ങൾക്ക് ലോൺ എടുക്കുന്നത് പോലെ തന്നെ 10 മുതൽ 14% വരെയുള്ള പലിശ കർഷകൻ അവരുടെ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന ലോണിന് നൽകേണ്ടി വരും. കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് A കൃഷ്ണൻ, P നാരായണൻ എന്നിവർ സംസാരിച്ചു. മൂലക്കണ്ടം പ്രഭാകരൻ സ്വാഗതവും B ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. MSMEയുടെ നേതൃത്വത്തിൽ ചെറുകിട വ്യവസായ സംരംഭകർക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ജില്ലാ വ്യവസായ കേന്ദ്രം, നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചത്. ജില്ലയിലെ ചെറുകിട വ്യവസായ സംരംഭകർക്കായി കാഞ്ഞങ്ങാട് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് ശില്പശാല സംഘടിപ്പിച്ചത്. MSME ഡെപ്യൂട്ടി ഡയറക്ടർ GS പ്രകാശ് അധ്യക്ഷനായി. ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ശ്രീ രാജേന്ദ്രൻ കാസർഗോഡ് DSC ജനറൽ മാനേജറെ അഭിനന്ദിക്കാൻ യാത്രമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു പിന്നോക്ക ജില്ല പോകുന്നതിന് മുമ്പ് ഇവിടെ വരുന്നവരൊക്കെ അതാണ് കുറച്ച് നാളേക്കും തെക്കോട്ടേക്കും നല്ലൊരു നമുക്ക് DSC ചെയ്യാനുണ്ടായിരുന്നത് രാജ്യങ്ങളെ പോലെ തന്നെ സലീം. പക്ഷെ നാട്ടിലേക്ക് പോകേണ്ടി വന്നു. അത് സ്വാഭാവികമാണ്. പക്ഷെ നമുക്കാർക്കും അത് സമ്മതിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള ഇതാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇതിനേക്കാളൊക്കെ കുറേയധികം ഉദാഹരണങ്ങളുണ്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു ബ്രാൻഡ് നെയിമിലായിരിക്കും ചിലപ്പോൾ ഒരു സ്ഥാപനത്തിന്റെ വിജയം.
ആ ബ്രാൻഡ് നെയിം ചെറിയ വ്യത്യാസം വരുത്തിയിട്ട് ഏതാണ്ട് അതുപോലെ നോക്കുന്ന അതൊരു പഠിപ്പിക്കലാണ്. കേരള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ അസോസിയേഷൻ പ്രസിഡന്റ് കെ രവീന്ദ്രൻ, KR ബൽരാജ്, മോഹനൻ നമ്പീശൻ എന്നിവർ സംസാരിച്ചു. വിവിധ വിഷയങ്ങളിൽ ഡോക്ടർ VP ബാലഗംഗാധരൻ, ശ്യാം പത്മനാഭൻ തുടങ്ങിയവർ ക്ലാസ് എടുത്തു. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ O രാജേന്ദ്രൻ സ്വാഗതം പറഞ്ഞു. LBS ക്യാമ്പസിൽ പുതിയ സ്റ്റേഡിയം ഒരുങ്ങുന്നു. പൂർത്തിയാവുന്നത് ജില്ലയിലെ മികച്ച സ്റ്റേഡിയങ്ങളിലൊന്ന്. നേട്ടങ്ങളുടെ പടികയറി പൂവൽ LBS കോളേജ്. ജില്ലയിലെ ഏറ്റവും മികച്ച സ്റ്റേഡിയങ്ങളിൽ ഒന്നിന്റെ പണിയാണ് LBS കോളേജ് ക്യാമ്പസിൽ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. 2 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന സ്റ്റേഡിയം അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ളതാണ്. പ്രധാന ഗെയിമുകളായ ക്രിക്കറ്റിനും ഫുട്ബോളിനും പുറമെ അത്ലറ്റിക് മത്സരങ്ങൾക്കും സ്റ്റേഡിയം ഉപയോഗിക്കും. കോളേജിന്റെ ആവശ്യങ്ങൾക്ക് പുറമെ മറ്റു മത്സരങ്ങൾക്കും സ്റ്റേഡിയം വാടകയ്ക്ക് നൽകും. ജില്ലയിലെ പ്രധാന മത്സരങ്ങളായ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ലീഗ് ക്രിക്കറ്റിനും ഈ ഗ്രൗണ്ട് വേദിയാവും. ഏറെക്കാലത്തെ സ്വപ്നമാണ് സഫലമാവുന്നതെന്ന് PTA സെക്രട്ടറി PS സാമുവൽ പറഞ്ഞു. ഈ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റേഡിയങ്ങളിലൊന്നാണ്. ഏതാണ്ട് 4.5 ഏക്കർ സ്ഥലത്ത് ആണ് സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുന്നത്. 400 മീറ്റർ ട്രാക്കിൻ്റെ 4 ട്രാക്ക് വരയ്ക്കാവുന്ന രീതിയിലുള്ള, അതായത് ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിൽ നടക്കുന്ന അത്ലറ്റിക് മത്സരങ്ങൾക്കും ക്രിക്കറ്റ്, ഫുട്ബോൾ തുടങ്ങിയ മത്സരങ്ങൾക്കും LBS സെൻറ്റർ വേദിയാകുന്നതോടുകൂടി ഈ മുളയാർ പഞ്ചായത്തിന് മാത്രമല്ല കാസർഗോഡ് ജില്ലയുടെ തന്നെ കായിക രംഗത്ത് ഒരു പുതിയ ഉണർവ് ഈ കോളേജ് സ്റ്റേഡിയത്തിന് നൽകുവാൻ കഴിയും. ഒപ്പം തന്നെ ഈ ബോവികാനന്ദ പരിസര പ്രദേശങ്ങളിലുള്ള സ്കൂളുകളിലെ കോളേജുകളിലെ കുട്ടികൾക്ക് അവരുടെ മത്സരങ്ങൾക്ക് വേദിയാക്കി മാറ്റുന്നതിനും കഴിയും. സ്റ്റേഡിയത്തോടൊപ്പം മറ്റു പല രംഗങ്ങളിലും LBS കുതിപ്പിന്റെ പാതയിലാണ്. 240 കുട്ടികളുമായി തുടങ്ങിയ കോളേജിൽ ഇന്ന് BTech, MTech കോഴ്സുകളിലായി 2346 പേർ പഠനം നടത്തുന്നു. 53 ഏക്കർ സ്ഥലത്താണ് LBS പ്രവർത്തിക്കുന്നത്. 9 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ആധുനിക സൗകര്യങ്ങളുള്ള പുതിയ ക്ലാസ് കം ബ്ലോക്ക് നിർമ്മാണത്തിന്റെ ടെൻഡർ പൂർത്തിയായി. ആധുനിക രീതിയിലുള്ള ഇൻഡോർ സ്റ്റേഡിയവും ഇവിടെ നിർമ്മിക്കും. നിലവിലെ കോഴ്സുകൾക്ക് പുറമെ കൂടുതൽ കോഴ്സുകൾ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ നവാസ് പറഞ്ഞു. LBS എഞ്ചിനീയറിംഗ് കോളേജ് ഇന്ന് വളരെ പുതിയ വികസനങ്ങളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ, പുതിയ പുരോഗതികൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് 2000-ഓളം വിദ്യാർത്ഥികളാണ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഇവിടെ പഠിക്കുന്നത്. പുതിയ 4 PG കോഴ്സുകൾ ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് വിദ്യാർത്ഥികൾക്ക് ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കുക എന്നുള്ളത്. അവർ പഠിച്ചുകൊണ്ടിരിക്കുക തന്നെ അവർക്ക് ജോലി കിട്ടുക എന്നുള്ളത് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധ പുലർത്തുകയും ധാരാളം വിദ്യാർത്ഥികൾ ഇന്ന് 3 വർഷം കഴിയുമ്പോൾ തന്നെ ജോലി ലഭിച്ചു പോകുന്നുമുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ വളരെയധികം വിപുലപ്പെടുത്താൻ സാധിച്ചു. സ്പോർട്സ് ഗ്രൗണ്ടുകൾ 2 അത് പുതിയതായി വരികയാണ്. 2 കോടിയും 25 ലക്ഷം വീതം ചെലവ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റേഡിയവും ഒരു മൾട്ടി സ്പോർട്സ് സ്പേസും. ഇൻഫർമേഷൻ ടെക്നോളജി, സിവിൽ എഞ്ചിനീയറിംഗ് ഉൾപ്പെടെ 6 BTech ബ്രാഞ്ചുകളിലായി 2112 സിവിൽ എഞ്ചിനീയറിംഗ് ഒഴികെയുള്ള MTech കോഴ്സുകളിലും MCA കോഴ്സുകളിലുമായി 234 ഉൾപ്പെടെ 2346 കുട്ടികളാണ് ഇപ്പോൾ ഇവിടെ പഠനം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലാഭകരമല്ലെന്ന മുദ്രകുത്തി പൊതുവിദ്യാലയങ്ങളെ അടച്ചുപൂട്ടലിലേക്ക് നയിക്കുന്ന സംസ്ഥാന സർക്കാർ നയം പിൻവലിക്കുന്നതിന് ഹൈക്കോടതിയുടെ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ച് സംസ്ഥാനത്തെ 10,000 കുട്ടികൾ ചീഫ് ജസ്റ്റിസിന് കത്തയച്ചു. ജനമുന്നേറ്റം സംഘടനയുടെ ഭാരവാഹികളാണ് ഇക്കാര്യം അറിയിച്ചത്. കേരളത്തിലെ 10 ജില്ലകളിൽ നിന്നായി 1000 കത്തുകൾ വീതമാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് അയച്ചുകൊടുത്തതെന്ന് ജനമുന്നേറ്റം ഭാരവാഹികൾ അറിയിച്ചു. ദളിത്, ആദിവാസി, മത്സ്യബന്ധന സമൂഹങ്ങൾ അടങ്ങുന്ന പാർശ്വവൽകൃത സമൂഹങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളുടെ കൂട്ടായ്മയായ ജനമുന്നേറ്റത്തിന്റെ നേതൃത്വത്തിലാണ് കുട്ടികൾ 10,000 കത്തുകൾ ചീഫ് ജസ്റ്റിസിന് അയച്ചുകൊടുത്തത്. സംസ്ഥാനത്ത് 5000-ലേറെ പൊതുവിദ്യാലയങ്ങളാണ് ലാഭകരമല്ലെന്ന പേരിൽ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്നതെന്ന് ജനമുന്നേറ്റം ഭാരവാഹികൾ പറഞ്ഞു. ഇത്തരം സ്കൂളുകളിൽ പഠിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷവും ദളിത്, ആദിവാസി, മത്സ്യബന്ധന സമൂഹങ്ങളിൽപ്പെട്ട കുട്ടികളാണ്. പൊതുവിദ്യാലയങ്ങൾ ഇല്ലാതാകുന്നതോടെ ഈ കുട്ടികളുടെ വിദ്യാഭ്യാസ ഭാവി പ്രതിസന്ധിയിലാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. നമ്മൾ ഇതിനോടകം തന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, കുറേ സ്കൂളുകൾ അടച്ചു പൂട്ടിക്കഴിഞ്ഞു. ഇത് സ്വാഭാവികമായി അടഞ്ഞു പോവുക. ഇതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് കേരളത്തിൽ ചെറുതല്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതായത് കേരളത്തിലെ പാർശ്വവൽക്കൃതരായ മേൽപ്പറഞ്ഞ 3 സമൂഹങ്ങളാണ്, അവിടുത്തെ കുട്ടികളാണ് ഈ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ ഭൂരിപക്ഷം എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഭയാനകമായ ഒരു കാര്യം. ഇതിനെ മുന്നോട്ടെടുത്തുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കപ്പെടുകയും
അവ ഏറ്റവും ഗുണകരമായ വിദ്യാഭ്യാസം നൽകുന്ന ഉന്നത കേന്ദ്രങ്ങളായി വികസിപ്പിക്കുകയും അങ്ങനെ പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസം നിലനിർത്തുന്നതിന് ഗവൺമെൻറ് അതിനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്ന് നമ്മൾ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. നമ്മളെപ്പോലുള്ള പല സംഘടനകളും അത് ആവർത്തിക്കുന്നുമുണ്ട്. വാർത്താ സമ്മേളനത്തിൽ എം രഘു, കെ വി മോഹനൻ, രഘു ഇരവി പേരൂർ, സി വി കുഞ്ഞിരാമൻ, എൻ പി മാധവൻ എന്നിവർ സംബന്ധിച്ചു. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനുള്ള ട്രോമ കെയർ പരിശീലനം ഗ്രാമങ്ങളിലേക്കും. നീലേശ്വരം കണിച്ചിറ ജനകീയ കൂട്ടായ്മ ജില്ലാ ട്രോമ കെയർ യൂണിറ്റിന്റെ സഹകരണത്തോടെ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. കണിച്ചിറ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിശീലന പരിപാടി നീലേശ്വരം CI കെ പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രേമരാജൻ മാസ്റ്റർ അധ്യക്ഷനായി. വേണുഗോപാൽ, KV ജയൻ, സജിത്ത് എന്നിവർ ക്ലാസ് എടുത്തു. മുഴുവൻ അമ്മമാരും ഇങ്ങനെ എത്തിപ്പെട്ടതാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള സംവിധാനം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. MV സുകുമാരൻ സ്വാഗതം പറഞ്ഞു. കൂട്ടായ്മയുടെ പ്രവർത്തന പരിധിയിലെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുക്കാനെത്തി. ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിൽ കഴിയുന്ന ചെറുവത്തൂർ അമിഞ്ഞിക്കോട്ടെ കെ ഗീതയുടെ തുടർ ചികിത്സയ്ക്കായി നാട്ടുകാർ സഹായ സമിതി രൂപീകരിച്ചു. അഴീക്കോടൻ മന്ദിരത്തിലാണ് രൂപീകരണ യോഗം നടന്നത്. ടി നാരായണന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം പി ജനാർദ്ദനൻ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. അത് ഏതൊക്കെ സാധാരണഗതിയിൽ വൃക്കദാതാവിനെ കിട്ടുക എന്ന് പറയുന്നതും നമ്മൾ നല്ല തോതിൽ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമാണ്. കാരണം വൃക്കദാതാക്കൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും 2 വൃക്കയും നന്നായിട്ട് ഉള്ള ആളുകൾക്ക് മാത്രമേ ഒരു വൃക്ക ദാനം ചെയ്യാൻ വേണ്ടി കഴിയൂ. അങ്ങനെ എല്ലാമുള്ള ഒരു വലിയ ആലോചനയും അന്വേഷണവും ഒക്കെ നടത്തിയാൽ മാത്രമേ നമുക്ക് എങ്ങനെ ഈ ശരീരത്തുമായി അല്ലെങ്കിൽ ഇതുമായി പൊരുത്തപ്പെടുന്നതാണോ സ്വീകരിക്കുന്നതാണോ എന്നെല്ലാം നോക്കി മെഡിക്കൽ വിഭാഗത്തിന്റെ നല്ല പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്തി അതിൽ പറ്റാവുന്ന ഒരു വൃക്ക കിട്ടിയാൽ മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ പറ്റൂ. എല്ലാ വൃക്കയും സ്വീകരിക്കാൻ വേണ്ടി കഴിയുന്നതില്ല. അപ്പോൾ അതിന് പറ്റുന്ന വൃക്ക തന്നെ കിട്ടണം. അതിന് പറ്റുന്ന വൃക്ക തന്നെ കിട്ടുക എന്ന് പറയുന്നത് നല്ല അന്വേഷണം വേണം. അതിന് മെഡിക്കൽ വിഭാഗത്തിന്റെ നല്ല തോതിലുള്ള അവരുടെ സഹകരണവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ കഴിയൂ. വി ചന്ദ്രൻ, ഗംഗാധരൻ കുട്ടമത്ത്, കൂത്തൂർ കണ്ണൻ മാസ്റ്റർ, രാജേന്ദ്രൻ പയ്യാടക്കത്ത, പറ്റുമൻ ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു. കെ ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. എം അമ്പൂഞ്ഞി ചെയർമാനും പി വിജയൻ കൺവീനറുമായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു. പി സുരേഷനാണ് ട്രഷറർ. കാലിക്കടവിൽ കേബിൾ കുഴികൾ അപകട ഭീഷണി ഉയർത്തുന്നു. കാലിക്കടവ് ടൗണിൽ മാത്രം 20ഓളം കുഴികളാണ് മഴക്കാലം എത്തിയതോടെ രൂപപ്പെട്ടത്. മഴയെത്തിയതോടെ ചെളിക്കുളമായി മാറിയ ദേശീയപാതയോരം അപകടക്കണിയാകുന്നു. മഴയ്ക്ക് തൊട്ടുമുമ്പ് ടെലിഫോൺ കേബിളിടാൻ കുഴിയെടുത്തതാണ് പാതയോരത്തെ ചെളിക്കുളമാക്കിയത്. ഇതുമൂലം കാലിക്കടവിൽ കാൽനടയാത്ര ദുസ്സഹമായി. കാലിക്കടവ് ടൗണിൽ 20ലധികം കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. മരക്കൊമ്പുകളും മറ്റും കുത്തിവെച്ച് അപകട മുന്നറിയിപ്പ് നൽകുകയാണ് ഇവിടെയുള്ളവർ. മെയ് മാസത്തിലാണ് ഏഴിമലയിലേക്ക് കേബിൾ എത്തിക്കുന്നതിനായി ഈ പ്രദേശങ്ങളിൽ കുഴിയെടുത്തത്. കേബിളിട്ട് കുഴി മൂടിയെങ്കിലും തൊട്ടുപിന്നാലെ മഴയെത്തി. ഇതോടെ പലയിടങ്ങളിലും മണ്ണ് താഴ്ന്ന് വീണ്ടും കുഴിയായി. പാതയോരത്തെ കടകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിനായി വാഹനങ്ങൾ എത്തുന്നതും കാലിക്കടവ് ടൗൺ ചെളിക്കുളമാകുന്നതിന് കാരണമായി. ഇവിടെ ബസ് സ്റ്റോപ്പിന് മുൻവശത്ത് കാലെടുത്ത് കുത്താൻ പോലും കഴിയുന്നില്ല. ബസ്സിൽ കയറാനും അതിൽ നിന്ന് ഇറങ്ങാനും ജനങ്ങൾ അനുഭവിക്കുന്ന വിഷമം ചെറുതല്ല. വാഹനങ്ങൾ പാതയോരത്ത് ചെളിയിൽ താഴുന്നതും പതിവാണ്. ജനങ്ങളുടെ ഈ ദുരിതം കണ്ടറിഞ്ഞ തൊഴിലുറപ്പ് തൊഴിലാളികൾ കുഴികൾ നികത്താനുള്ള ശ്രമങ്ങൾ നടത്തിവരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KSRTC കാഞ്ഞങ്ങാട് ഡിപ്പോയിലെ ഒഴിവുകൾ നികത്തണം. KSRTC എംപ്ലോയീസ് അസോസിയേഷൻ യൂണിറ്റ് സമ്മേളനത്തിന് സമാപനം. BMS സ്ഥാപക ദിനാചരണം ജില്ലയിൽ വിവിധ പരിപാടികളോടെ നടന്നു. ബാങ്ക് വായ്പയുടെ സബ്സിഡി എടുത്തുകളഞ്ഞതിൽ പ്രതിഷേധം. കർഷക സംഘം പ്രവർത്തകർ ധർണാ സമരം നടത്തി. ചെറുകിട വ്യവസായ സംരംഭകർക്കായി കാഞ്ഞങ്ങാട് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ലാഭകരമല്ലാത്ത സ്കൂളുകൾ അടച്ചുപൂട്ടരുത്. ചീഫ് ജസ്റ്റിസിന് 10,000 കുട്ടികൾ കത്തയച്ചു. LBS ക്യാമ്പസിൽ പുതിയ സ്റ്റേഡിയം. പൂവൽ LBS കോളേജ് നേട്ടങ്ങളുടെ നെറുകയിൽ. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.